ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ലിസാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ഡെലിവറിയേക്കാൾ സെക്കൻഡ് ഡെലിവറി എളുപ്പമാണോ എന്ന് സംശയിക്കുന്നവരുണ്ടാവും അല്ലേ. അതേപോലെ ഫസ്റ്റ് ഡെലിവറിയേക്കാൾ സെക്കൻഡ് ഡെലിവറി പെട്ടെന്ന് നടക്കുമോ അങ്ങനെയൊക്കെ. അപ്പോൾ അതിന് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്കിപ്പോൾ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇന്നേക്ക് 43 ദിവസമായി. അപ്പം ഇന്നത്തെ ടോപ്പിക്കും അതിനെക്കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു ഒന്നര വർഷം കഴിഞ്ഞിട്ടാട്ടോ നെക്സ്റ്റ് ഉണ്ടായത്. ഫസ്റ്റത്തെ കൊച്ചിന് 2.5 വയസ്സായി കേട്ടോ. അപ്പം അങ്ങനെ രണ്ടാമത് പ്രഗ്നൻ്റ് ആയപ്പോൾ കുറച്ച് പേരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ ഡെലിവറി ഈസി ആവും, കാരണം ഫസ്റ്റ് രണ്ടാമത്തെ പ്രഗ്നൻസി ആയതുകൊണ്ട് അത്രയും വേദന ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ ഡെലിവറി നടക്കും, ജസ്റ്റ് ഒന്ന് പോയി മുക്കുക, ഡെലിവറി കഴിഞ്ഞ് വരിക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ ഡെലിവറി നോർമൽ ഡെലിവറി ആണെങ്കിൽ രണ്ടാമത്തെ ഡെലിവറി വന്നിട്ട് സിസേറിയനെ നടക്കുകയുള്ളൂ എന്ന് വേറെ ചിലവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ കുറച്ച് പേര് പിന്നെ ആദ്യത്തെ നോർമലാണെങ്കിൽ രണ്ടാമത്തെ നോർമലാവും, ആദ്യത്തെ സിസേറിയൻ ആണെങ്കിൽ രണ്ടാമത്തെ സിസേറിയൻ ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആദ്യത്തെ പ്രസവം നോർമൽ ഡെലിവറി ആയിരുന്നു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ഇതും നോർമൽ ഡെലിവറി ആകുമെന്ന് ഞാൻ വിശ്വസിച്ചായിരുന്നു. പിന്നെ അത്തൂസിനെ എങ്ങനെയാണോ ഞാൻ ഫുഡും ഇതൊക്കെ കൺട്രോൾ ചെയ്തത്, അതുപോലെ തന്നെ ഇത് സെക്കൻഡ് ആയപ്പോൾ ലിയോ കുട്ടന് ഞാൻ നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്താലും നല്ലപോലെ വെള്ളം കുടിക്കുമായിരുന്നു, അവർ തരുന്ന ടാബ്ലറ്റൊക്കെ കറക്റ്റായിട്ട് എടുക്കുമായിരുന്നു. അതുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുമായിരുന്നു കേട്ടോ. പക്ഷേ വേദനയുടെ കാര്യത്തിൽ സത്യം പറഞ്ഞ ഗൈസ് രണ്ടും ഒരുപോലെ തന്നെയാണ്. മനസ്സിലായില്ലേ? പ്രസവ വേദനയൊക്കെ ഒരുപോലെ തന്നെയാണ്. അതിപ്പോൾ ഒന്നാമത്തെ ആയിക്കോട്ടെ, രണ്ടാമത്തെ ആയിക്കോട്ടെ, മൂന്നാമത്തെ ആയിക്കോട്ടെ, അങ്ങോട്ട് എത്ര ആയിക്കോട്ടെ, പ്രസവ വേദന എല്ലാം ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഫസ്റ്റത്തെ ആ ഒരു ഡെലിവറി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. നമ്മുടെ ശരീരമൊക്കെ ആദ്യമായിട്ടല്ലേ ആ ഒരു ഇതിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ച് ടൈം എടുത്തായിരുന്നു. ഒരു രണ്ട് ദിവസം എനിക്കെടുത്തായിരുന്നു ഫസ്റ്റത്തെ ഡെലിവറി നടക്കാൻ അത്തൂസിൻ്റെ കാര്യത്തിൽ. പക്ഷേ സെക്കൻഡ് ഡെലിവറി ലിയോ കുട്ടനെ ഞാൻ പ്രസവിക്കുന്ന സമയത്തിൽ എനിക്ക് ഒരു ദിവസം മാത്രമായിരുന്നു പ്രസവവേദന ഉണ്ടായിരുന്നു. അവർ രാവിലെ മരുന്ന് വെച്ചു, ഒരു 1:18 ആകുമ്പോഴത്തേക്കും പ്രസവിച്ചു. 5:30 മരുന്ന് വെച്ചു, 1:18 ഉച്ചയാകുമ്പോഴത്തേക്കും പ്രസവിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ടൈമുകളായിരുന്നു വേദന. പിന്നെ അത്തൂസിൻ്റെ കാര്യത്തിൽ എനിക്ക് വേദന അതറിയാലോ, ആദ്യത്തെ ഡെലിവറി ആകുമ്പോൾ എല്ലാവർക്കും എന്താ വേദന എന്ന് പോലും അറിയില്ല. അപ്പോൾ തുടക്കമുള്ള വേദനയിലേ ഞാൻ കരഞ്ഞു നിലവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്തൂസിൻ്റെ കാര്യത്തിൽ. പക്ഷേ ലിയോ കുട്ടൻ്റെ കാര്യത്തിൽ എന്ന് പറയുന്നത് ഞാൻ വേദന കറക്റ്റായി കൗണ്ട് ഡൗൺ ചെയ്ത് ഇങ്ങനെ പോകുമായിരുന്നു. ആദ്യം കുറച്ച് വേദന വരും, പിന്നെ അത് നിൽക്കും, കുറേ സമയത്തിന് നിൽക്കും, പിന്നെ അതങ്ങനെ വേദന കൂടും. ആ ഒരു സമയം വേദന വരാത്ത സമയം കുറഞ്ഞു വരും. ഞാൻ നല്ലപോലെ വേദന വരുമ്പോൾ അവിടെ നിന്ന് നല്ലപോലെ നിൽക്കും, വേദന വരാത്ത സമയത്ത് നല്ല സ്പീഡായി നടക്കും. ലിയോ കുട്ടൻ്റെ കാര്യത്തിൽ കേട്ടോ. അത്തൂസിൻ്റെ കാര്യത്തിൽ ചെറിയ വേദന വന്നപ്പോഴേ ബെഡിൽ കിടക്കുമായിരുന്നു. ഒന്നാമത് ഗവൺമെൻറ് ആശുപത്രിയാണല്ലോ, അപ്പോൾ അവർ അങ്ങനെയൊന്നും പറയില്ല, എക്സസൈസ് ചെയ്യാതെ ഇതൊന്നും പറയില്ല, ബെഡിൽ വന്ന് ചെരിഞ്ഞ് കിടക്കാൻ പറയും, അത്ര തന്നെ. അല്ലെങ്കിൽ വാർഡിൽ പോയി കിടക്കാൻ പറയും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് PV നോക്കാൻ വിളിക്കും, അത്രയല്ല. പക്ഷേ ലിയോൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പ്രൊസീജിയറായിരുന്നു. ആ വേദന വരും, അതൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നു. പിന്നെ വേദന പോലെ കൂട്ടി അങ്ങോട്ട് വരും, ഇങ്ങനെ മുക്കി ഇങ്ങനെ എന്തോ തള്ളി വരണ മാതിരി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവരെന്നെ പ്രസവവാടിക്ക് ഷിഫ്റ്റ് ചെയ്തതും നമ്മൾ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേദന ആ പ്രസവ സമയത്ത് പോലെ ഒരേ വേദനയാണെന്ന് ചോദിച്ചാൽ ഒരേ വേദന തന്നെയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ഇരട്ടി വേദനയായിരുന്നു ഈ സെക്കൻഡ് ഡെലിവറിയിൽ. കാരണം ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് വേദന ഉണ്ടായിരുന്നു. ആ വേദന വയറിന്ന് മാറാൻ വേണ്ടിയിട്ട് കുറേ നേരം എടുത്തു. സത്യം പറഞ്ഞാൽ ആ വയർ അത്രയും നമ്മളവിടെ പുഷ് ചെയ്ത് ഇതല്ല, എനിക്ക് അവിടെ ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അതൊക്കെ മാറാൻ വേണ്ടി നല്ലപോലെ ടൈം എടുത്തിരുന്നു. പക്ഷേ അത്തൂസിൻ്റെ കാര്യത്തിൽ ആ ഒറ്റ പുഷ് ചെയ്യൽ കൊച്ചു വന്നതോടെ എനിക്ക് ആ ഒരു പ്രസവ വേദന സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ അതുപോലെ ആയിരുന്നില്ല ലിയോ കുട്ടൻ്റെ കാര്യത്തിൽ കേട്ടോ. കൊച്ചു പുറത്തേക്ക് വന്നിട്ട് എനിക്ക് ഒരു പ്രസവ വേദന പോലെ എനിക്ക് നല്ലപോലെ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആദ്യത്തെ ഡെലിവറി ആയാലും സെക്കൻഡ് ഡെലിവറി ആയാലും ഒക്കെ വേദന ഒരുപോലെ ആണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓരോ ആൾക്കാർക്കും ഓരോ പോലെ ആയിരിക്കും. പക്ഷേ ആദ്യത്തെ ഡെലിവറിയും കാട്ടിൽ രണ്ടാമത്തെ ഡെലിവറി കുറച്ച് ടൈം ഇത് ഉണ്ടായിരുന്നു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങളായിട്ട് ഞാൻ പങ്കുവെച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ബൈ.